അന്ന് അവളെ നശിപ്പിച്ചു കൊല്ലാൻ ആരെല്ലാം കൂട്ടുനിന്നു അവരെയെല്ലാം കുടുംബത്തോടെ അടിവേരോടെ അവർ നശിപ്പിച്ചിരിക്കും. ഇത് കേട്ട മനു ആകെ ഞെട്ടിപ്പോയി. താൻ കാരണമാണോ ഈ അനർത്ഥങ്ങളെല്ലാം സംഭവിക്കുന്നത്? താൻ ഒരിക്കലും ആ പാലമരത്തിന്റെ അടുത്ത് പോവരുതായിരുന്നു. താൻ ആ ആണി വലിച്ചൂരിയതുകൊണ്ടാണല്ലോ അവൾ സ്വതന്ത്രനായത്. അതേസമയം കൃഷ്ണമേനോൻ മനുവിനെ തീ പാറുന്ന കണ്ണുകളോടെയാണ് അപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്. അതേസമയം ശങ്കരൻ പോറ്റി പറഞ്ഞു, ഇത് തന്നെ കൊണ്ട് അവളെ തളയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയധികം അവൾ ശക്തി ആർജിച്ചിരിക്കുന്നു. ആ ആണി ഊരിയതിൽ മനുവിന്റെ രക്തം അതിൽ പുരണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം അവൾ ശക്തി ആർജിച്ചത്. മറ്റൊരു കാര്യം കൂടി ശങ്കരൻ പോറ്റി പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം വീട്ടിലേക്ക് മടങ്ങുക. അവിടെ എന്തോ ഒരു അസ്വാഭാവികത ഈ ഒരു ഹോമകുണ്ടത്തിൽ കാണുന്നുണ്ട്. എന്തോ ഒരു മരണ ലക്ഷണമാണല്ലോ കാണുന്നത്. നിങ്ങൾ എത്രയും വേഗം വീട്ടിലേക്ക് മടങ്ങിക്കോളൂ. കൃഷ്ണമേനോനെയും മനുവിനെയും നോക്കി ശങ്കരൻ പോറ്റി പറഞ്ഞു. അതോടുകൂടി കൃഷ്ണമേനോൻ ചാടി എണീറ്റു. മനുവിനെയും കൂട്ടി ആ രാത്രി തന്നെ അവർ മടങ്ങി. ഹോമകുണ്ടത്തിലേക്ക് നോക്കി നിന്ന ശങ്കരൻ പോറ്റിക്ക് കാര്യങ്ങൾ സത്യത്തിൽ അറിയാമായിരുന്നു. കാരണം ആ വീട്ടിലൊരു മരണം നടക്കാൻ പോകുന്നു. പക്ഷെ അത് തെളിയിച്ചവരോട് പറയാൻ സാധിക്കില്ല. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഹോമകുണ്ടത്തിൽ ആരോ വെള്ളം ഒഴിച്ചതുപോലെയാണ്. താനെ അങ്ങ് ഹോമകുണ്ടം അണഞ്ഞു. ആരോ കെടുത്തിയതുപോലെ അശുഭ ലക്ഷണം. മുകളിലേക്ക് പുക ഉയർന്നുകൊണ്ടേയിരുന്നു. കുറച്ചു കാര്യമെങ്കിലും കൃഷ്ണമേനോനോട് സൂചിപ്പിച്ചത് നന്നായി എന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം അത്രയും വലിയ അനർത്ഥാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഈ ഹോമകുണ്ടം സൂചിപ്പിക്കുന്നത്. ഇതേ സമയം തറവാട്ടിൽ മനുവിന്റെ അച്ചമ്മ, അതായത് കൃഷ്ണമേനോന്റെ ഭാര്യ, മുറ്റത്തിരുന്ന് സന്ധ്യാനേരത്ത് പത്രം ഇരുന്ന് വായിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അകത്തുനിന്ന് എന്തോ ഒരു സൗണ്ട്, വല്ലാത്തൊരു സൗണ്ട് കേട്ട് ആ അമ്മ അതെന്താണെന്ന് അറിയാൻ വേണ്ടി വീടിന്റെ ഉള്ളിലേക്ക് നടന്നു. പക്ഷേ ഒന്നും തന്നെ അവിടെയൊന്നും കണ്ടില്ല. പെട്ടെന്നാണ് ബാക്കിലൊരു കാൽപെരുമാറ്റം കേട്ടത്. ആ അമ്മ തിരിഞ്ഞു മറിഞ്ഞും എല്ലായിടത്തും നോക്കി, പക്ഷേ ഒന്നും തന്നെ കണ്ടില്ല. അതേസമയം ഒരാളുടെ എൻട്രി ആയിരുന്നു ആ വീട്ടിന്റെ അകത്തേക്ക്. എന്തോ അസാധാരണമായ സ്പീഡിൽ വീടിന്റെ അകത്തേക്ക് എന്തോ ഓടിക്കയറിയതുപോലെ ആ അമ്മയ്ക്ക് തോന്നി. ഇതിനോടകം തന്നെ ആ വീട്ടിലെ കറണ്ടും പോയിരുന്നു. കണ്ണ് വല്ലാതെ കാഴ്ചക്കുറവുള്ളത് കൊണ്ട് ആ അമ്മയ്ക്ക് വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നാലും നടുക്കുന്ന ആ കാഴ്ച ആ അമ്മ കണ്ടു. അസാധാരണ സ്പീഡിൽ ഒരു സ്ത്രീ വീടിന്റെ അകത്തേക്ക് ഓടിക്കയറുന്നു. അതുപോലെ തന്നെ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി അവിടെയുള്ള ഒരു ചെയറിലേക്ക് ഇരുന്ന് ആടുന്നു. അതൊരു മനുഷ്യ സ്ത്രീയല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ അമ്മ തിരിച്ചറിഞ്ഞു. നടുങ്ങി തെറിച്ചുപോയി ആ അമ്മ. കാരണം ഈ ഒരു വയസ്സാം കാലത്ത് തനിക്കിനി ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? മാത്രമല്ല ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താൻ എങ്ങോട്ട് പോവും? എങ്ങോട്ട് ഓടും? തന്നെ ആര് രക്ഷപ്പെടുത്തും? ഓടാൻ പോലും കഴിയാതെ വിയർത്തു നിന്നുപോയി ആ അമ്മ. ഓടാൻ പോലും ആ അമ്മയ്ക്ക് സാധിക്കുമായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ആ രൂപ അവിടുന്ന് അപ്രത്യക്ഷമായി. അതേസമയം ആ അമ്മയുടെ തൊട്ടടുത്തേക്കാണ് ആ കൈകൾ വന്നതെന്ന് ആ അമ്മ അറിഞ്ഞില്ല. നേരെ കഴുത്തിലേക്കാണ് പിടിമുറുക്കിയത്. ആ അമ്മ തിരിഞ്ഞു നിന്ന് ആ പിടിമുറുക്കിയ ആളെ വ്യക്തമായി കണ്ടു. പണ്ട് കാലത്ത് മരിച്ച ആ പെൺകുട്ടി, ആ ക്ഷേത്രത്തിലെ കഴക്കാരന്റെ മകൾ ശ്രീ പാർവതി. ഈ തറവാട്ടിലുള്ളവർ തന്നെയാണ് അതിന് കാരണക്കാർ. അവർ തന്നെയാണ് അവളെ, ആ ദുരാത്മാവിനെ ആണിയടിച്ച് ബന്ധിച്ചത്. അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അവസാനമായി ആ അമ്മ സ്വന്തം ഭർത്താവിനെയും ചെറുമകനെയും മനസ്സിലൊന്നോർത്തു. ഒന്ന് പിടയാൻ പോലും അവൾ അനുവദിച്ചില്ല. കോഴിയുടെ കഴുത്ത് പിരിക്കുന്നത് പോലെ പിരിച്ചതിന് ശേഷം തോട്ടത്തിലേക്ക് ആ ബോഡി എറിയുകയായിരുന്നു. ആ രാത്രി ഒരു പ്രേതാലയം പോലെ ആ വീട് തോന്നിപ്പിച്ചു. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷമാണ് കൃഷ്ണമേനോനും അവിടെ എത്തിയത്. വീടിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ രക്തം തളം കെട്ടി നിൽക്കുന്നു. ഇതെന്താണെന്ന് മനസ്സിലാവാതെ അവർ ഒരു നിമിഷം പകച്ചു. കൈകാൽ കുഴഞ്ഞതുപോലെ കൃഷ്ണമേനോന് തോന്നി. അദ്ദേഹം ഒരു കസേരയിൽ ഇരുന്നതിന് ശേഷം അവനോട് പറഞ്ഞു, മനു, നീ ഒന്ന് തെരഞ്ഞു നോക്കൂ, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. മനു വീടിന്റെ ഉള്ളിൽ അരിച്ചു പെറുക്കുമ്പോഴാണ് പുറത്താ നടുക്കുന്ന കാഴ്ച കണ്ടത്. അവൻ അങ്ങോട്ടോടി. അവനെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അവൻ അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് അലറി കരഞ്ഞു.
അതേസമയം തൊട്ടടുത്ത് അവൾ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഒരു ചിരിയായിരുന്നു അവളുടെ മുഖത്തുണ്ടായിരുന്നത്. നടുക്കത്തോടെയുള്ള ആ ഒരു രാത്രി മനുവിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്തതായിരുന്നു. ഇതെങ്ങനെ അച്ഛനോട് പറയും ഞാൻ?